മേടിച്ച് വയ്ക്കുന്ന സമയത്ത് വണ്ട് കയറിയൊക്കെ ചീത്തയാകാറുണ്ടല്ലേ. അപ്പം നമ്മളെ കയ്യിൽ കായപ്പൊടിയുടെ ടിന്നുണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് കുഴിച്ച് വെച്ച് കൊടുക്കുക. കായം വേണം കുറച്ച് കേട്ടോ. അപ്പോൾ ആ ഒരു സ്മെല്ലടിച്ചിട്ട് അതിനകത്ത് വണ്ടോ പുഴുവോ ഒന്നും തന്നെ ഉണ്ടാവില്ല. അടുത്ത ടിപ്പിലോട്ട് കിടക്കാം. അപ്പോൾ നമ്മൾ ആവശ്യത്തിനുള്ള അരി, നമ്മൾ അന്നത്തേക്ക് ആവശ്യത്തിനുള്ള അരി നമ്മൾ ഇതേപോലെ എടുക്കുമ്പോൾ അതിനകത്ത് വണ്ട് കയറിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് വിനാഗിരി അതിൻ്റെ അടപ്പിൽ ആക്കിയിട്ട് ഇതേപോലെ വെച്ച് കൊടുത്താൽ മതി കേട്ടോ. കുപ്പിയുടെ അടപ്പിലാക്കിയിട്ട് ഇതേപോലെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ആ വണ്ടെല്ലാം മുകളിലോട്ട് ഇഴഞ്ഞ് പോകുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും കേട്ടോ. ഉണ്ടോ, അത് വെക്കുമ്പം തന്നെ പെട്ടെന്ന് വണ്ടെല്ലാം ഇഴഞ്ഞ് ഉണ്ടോ താഴോട്ട് വന്നോളും. അതേപോലെ തന്നെ നമ്മൾ ആവശ്യത്തിനുള്ള അരി നമ്മൾ ചോറ് വെക്കാനോ എന്തിനാണേലും എടുക്കുമ്പോഴത്തേനും ഇതേപോലെ പെട്ടെന്ന് പോയി കിട്ടണമെങ്കിൽ മുറത്തിലിട്ടിട്ട് നല്ല എരിവുള്ള മുളക് പൊടി കുറച്ചിട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ നല്ല എരിവുള്ള മുളക് പൊടി തന്നെ ഇട്ട് കൊടുക്കുക. അപ്പോൾ പെട്ടെന്ന് തന്നെ വണ്ടെല്ലാം പോയി കിട്ടും. അതല്ല എങ്കിൽ വെയിലത്ത് വെച്ചാലും മതി. ഇതിപ്പം വെയിലത്ത് വെക്കാനൊന്നും പറ്റാത്ത സമയത്താണെങ്കിൽ ഇതേപോലെ കുറച്ച് മുളക് പൊടി ഇട്ടിട്ട് ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കുമ്പം ആ മുറത്തിൻ്റെ 4 ഭാഗത്തായിട്ട് കയറും. അപ്പോൾ ആ മുറത്തിൻ്റെ 4 ഭാഗത്തും കുറച്ച് എണ്ണ തടവി കൊടുക്കുകയാണെങ്കിൽ അതിനകത്തൊക്കെ കയറി പറ്റും. അപ്പോൾ നമുക്ക് ടിഷ്യൂ പേപ്പർ വെച്ച് ഇതേപോലെ ഒന്ന് തുടച്ചെടുക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ അത്രയും വണ്ടിനെ നമുക്ക് പെട്ടെന്ന് തന്നെ അതിനകത്തുനിന്ന് നീക്കം ചെയ്യാനായിട്ട് പറ്റും. കണ്ടോ, ഒത്തിരി ഇങ്ങോട്ട് ഇഴഞ്ഞ് വന്നിട്ടുണ്ട്.